ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 2013 ആദ്യത്തെ സുന്നഹദോ സെഷൻ ഫെബ്രുവരി 18 മുതൽ 22 വരെ ഉള്ള തീയതികളിലായിട്ട് നടത്തപ്പെട്ടു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവ സന്നിഹിതനായിരുന്നു. പരിശുദ്ധ ബസേലിയോസ് പൗലൂസ് ദിദിയൻ കാതോലിക്ക ബാവ സുന്നഹദോസിൽ ആദ്യന്തം അധ്യക്ഷം വഹിച്ചു. രോഗമുഖാന്തരം വിശ്രമത്തിലായിരുന്ന മാർ ഇവാനിയോസ് തിരുമേനി, കോട്ടയം ഇടവകയുടെ മാർ ഇവാനിയോസ് തിരുമേനി ഒഴിച്ച ബാക്കി എല്ലാ മെത്രാപ്പോലീത്തന്മാരും സുന്നഹദോസിൽ സംബന്ധിച്ചു. വിദേശത്തായിരുന്ന മാർ ക്ലീമീസ് തിരുമേനിക്ക് സംബന്ധിക്കുവാൻ സാധിച്ചില്ല. വളരെ നിർണായകമായിരിക്കുന്ന പല തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ ഇപ്രാവശ്യത്തെ സുന്നഹദോസിന് സാധിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മറ്റ് സഭകളുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി വൈസിന്ത്യൻ പാരമ്പര്യത്തിലും ഓറിയന്റൽ ഓർത്തഡോക്സ് ഫാമിലിയിലും പെട്ട ഓർത്തഡോക്സ് സഭകൾ സുന്നഹദോസിലെ അംഗങ്ങൾ പോയി സന്ദർശിക്കുന്നതിന് തീരുമാനമുണ്ടായി. ഓരോ പ്രത്യേക സന്ദർഭങ്ങളിൽ വിദേശ സഭകൾ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിൽ നിന്നുള്ളതായ വൈദിക മേലധ്യക്ഷന്മാരുടെ സാന്നിധ്യം മലങ്കര സഭയിൽ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായിട്ടും സുന്നഹദോസ് ഊന്നി പറഞ്ഞു. സമൂഹത്തിൽ നിന്ന് നിലവിലിരിക്കുന്ന പല പ്രശ്നങ്ങളെയും അതോടൊപ്പം സഭയിലും നിലനിന്നിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം സഭയുടെ എല്ലാ സമസ്ത മേഖലകൾക്കും, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകൾക്കും സഭയുടെ ശ്രദ്ധയും കൂടുതലായിരിക്കുന്ന ഭാഗഭാഗ്യത്വം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടുകൂടി സഭ ഏതാനും എപ്പിസ്കോപ്പൽ സമിതികൾ, കമ്മീഷനുകളായി രൂപീകരിച്ചിട്ടുണ്ട്. മറ്റെല്ലാ സഭകൾക്കും ഇതുപോലുള്ളതായ കമ്മീഷനുകൾ വിദേശത്തും സ്വദേശത്തുമായി പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ചീഫ് കോർഡിനേറ്ററായിട്ട് സുന്നഹദോസ് സെക്രട്ടറി ചുമതല വഹിക്കുന്നതും ആരാധനക്രമം, നിയമം, ഫാമിലി റിന്യൂവൽ, തിയോളജി, യൂത്ത് വനിതാ വിഭാഗങ്ങൾ, പരിസ്ഥിതി, വിദ്യാഭ്യാസം, ഇടയ ദൗത്യം, ആത്മീയ ജീവിതം, ബാഹ്യ കേരള വിഷയങ്ങൾ തുടങ്ങി അനേക കാര്യങ്ങൾ ഈ തരുണത്തിൽ ഈ സമിതികളുടെ വ്യത്യസ്തമായ പ്രവർത്തന മേഖലകളിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ സമിതിക്കും, ഓരോ കമ്മീഷനുകൾക്കും സുന്നഹദോസിലെ 3 പിതാക്കന്മാർ നേതൃത്വം നൽകുന്നതാണ്. മറ്റ് വൈദികരെയും അൽമായക്കാരെയും ഈ കമ്മീഷനിലെ ക്ഷണിതാക്കളായി വിളിക്കുകയും അവരുടെ പ്രഗത്ഭമായ സാന്നിധ്യവും ഉപദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. സഭ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നതായ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് സുന്നഹദോസ് വളരെ കാര്യമായി പരിഗണിച്ചു. സഭയ്ക്ക് നീതിയും സത്യവും ലഭിക്കുന്നതിന് അവസാനം വരെയും പോരാടണമെന്നുള്ളത് സുന്നഹദോസിൻ്റെ സുദൃഢമായ തീരുമാനമാണ്.
അതോടൊപ്പം സമൂഹത്തിൽ ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നതായ പല ദുഷിപ്പുകളെയും വിമാടനം ചെയ്യുന്നതിന് സഭ അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കണമെന്ന് തീരുമാനം ചെയ്തു. അതോടൊപ്പം തന്നെ കുടുംബ ഭദ്രത നിലനിർത്തുന്നതിനും ആരാധനയിൽ വിശ്വാസികളുടെ ഭാഗഭാഗിത്വം കൂടുതൽ ഉണ്ടാകുന്നതിനും സഭയിലെ ആഘോഷങ്ങൾ, പെരുന്നാളുകൾ, വിവാഹം തുടങ്ങിയതായ സന്ദർഭങ്ങളിൽ ആർഭാടങ്ങൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ സ്വത്തര നടപടികൾ സ്വീകരിക്കുവാനും സുന്നോദോസ് തീരുമാനിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് കൂടുതൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലുമുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സേവന പ്രതിബദ്ധതയോടുകൂടി സഭ കൂടുതലായി അതിൽ ഭാഗമാക്കാകണമെന്നുള്ള ഒരു തീരുമാനമാണ് സുന്നഹദോസിൽ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വിധേയമായത്. വളരുന്ന സമൂഹത്തിൽ സഭ ആരാധനയുടെ സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം സഹോദരനെ സ്നേഹിക്കുന്ന സാക്ഷ്യവും ദൈവസന്നിധിയിൽ ഒരുപോലെ വിലപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് സഭയുടെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രത്യേകമായി നടത്തുന്ന ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയെയും അതുപോലെ ഓരോ ഇടവകളിലും ഭദ്രാസനങ്ങളിലും കോൺവെൻറ്റുകളും ആശ്രമങ്ങളും കേന്ദ്രീകരിച്ച് നടത്തുന്ന എല്ലാ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനെയും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ സുന്നഹദോസ് ഈ സമിതികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സുന്നഹദോസിൻ്റെ 6 ദിവസം നീണ്ടുനിന്നതായ സമ്മേളനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായി നടന്നുവെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. വളരെ കാര്യമായും പ്രസക്തമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സുന്നഹദോസ് അംഗങ്ങളെല്ലാവരും പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ സഭ അനുഗ്രഹീതമായി മുന്നോട്ട് പോകുന്നതിൽ സുന്നഹദോസ് അംഗങ്ങൾ സംതൃപ്തി പ്രകടിപ്പിച്ചു. അതേസമയത്ത് തന്നെ സഭയിലും സമൂഹത്തിലും നിലനിൽക്കുന്നതായ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെയും അതുപോലെ തന്നെ ദുർമാർഗങ്ങളെയും എല്ലാം അപലപിച്ചും അവന് എല്ലാം പരിഹാരമുണ്ടാകുന്നതിന് സഭയുടേതായ ദൗത്യം നിർവഹിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് സുന്നഹദോസ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നഹദോസ് സമാപിച്ചു.